ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ. ഇപ്പം നല്ല മഴയല്ലേ. ഈ മഴക്കാലത്ത് വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല സ്വാദാണ്. അപ്പം അതിന് ഞാനിവിടെ 2 പൊട്ടറ്റോ വേവിച്ചെടുത്തിട്ട് തൊലി കളഞ്ഞ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ടേ. ഉടച്ചെടുത്ത പൊട്ടറ്റോയിലേക്ക് വലിയ ഉള്ളി 1/2 കഷ്ണം പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ബ്രെഡ് പൊടിച്ചതാണേ, അതും ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. 3/4 സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ഇതുപോലെ അതിൻ്റെ ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഈ ബ്രെഡിൻ്റെ പീസ് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് കൂട്ട് പൊതിഞ്ഞെടുക്കാനാണ് കേട്ടോ. ഇനി ഞാൻ ഒരു പ്ലേറ്റിൽ ലേശം വെള്ളം എടുക്കുന്നുണ്ട്. അതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നനഞ്ഞാൽ മതി. ഇതുപോലെ ഉപ്പിയെടുക്കാം. നമ്മളിത് റോളാക്കി എടുക്കുമ്പോൾ നന്നായി ഒന്ന് പൊതിഞ്ഞ് കിട്ടാനായിട്ട് ഇതൊന്ന് നനച്ചു കൊടുക്കുന്നേ. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിന് ലേശം എടുത്തിട്ട് ഇതുപോലെ ഒരു ബോൾ പോലെ ആക്കുന്നുണ്ട്. ഇനി നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാവേ. 2 ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഒരു ബോൾ പൊതിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ റോളാക്കി എടുക്കാം. ഇനി നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരിയെടുക്കാം. പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും. ഓൾറെഡി പൊട്ടറ്റോ ഒക്കെ കുക്കായതല്ലേ, അധികം വേവൊന്നും വേണ്ട. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അച്ഛന് കൊടുത്തു നോക്കാം. അച്ഛാ, കട്ടൻ ചായക്ക് അടിപൊളി കടിയാണല്ലോ. പൊട്ടറ്റോ ബ്രെഡ് ബോളാണ്. റോളാക്കിയത് ബ്രെഡ് റോൾ. എന്തായാലും നല്ല രുചിയുണ്ട് കേട്ടോ. രുചിണ്ടാ? നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി വെക്കിട്ട് നല്ല കട്ടൻ ചായക്ക് നല്ല ടേസ്റ്റുള്ള കടിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാലോ. സിമ്പിളായി ഉണ്ടാക്കാം അല്ലേ? ഇവിടെ അധ്വാനം ചെയ്യാം. നല്ല വെളിച്ചെണ്ണ ഉണ്ടായാൽ മതി. നല്ല ടേസ്റ്റാണ്. പിന്നെ വെളിച്ചെണ്ണ വേണ്ട. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ വില കൂടുതലാണ്. ആ പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിയാൽ മതി. അധികം കായ. എല്ലാവരും ട്രൈ ചെയ്യാം.